കുട്ടുമോന് പതുക്കെ പറയടാ. പാകിസ്ഥാൻകാരനൊക്കെ പറഞ്ഞ് നമ്മളെ അവരെ പിടിച്ചോണ്ട് പോകും കേട്ടോ. മിണ്ടല്ലേ. നിങ്ങളെങ്ങും കണ്ടിട്ടില്ലല്ലോ. ആരാ? എന്റെ വീടായി കാണുന്നത്. അതൊക്കെ പണ്ടുള്ളവർ വെറുതെ പറഞ്ഞുണ്ടാക്കി കഥകള്. ഇതൊക്കെ നല്ല ഭൂമിയാ. ഇവിടെ എന്തുമാത്രം കൃഷികളാ വിളയുന്നറിയാവോ. അതിനു വേണ്ടിയിട്ട് ആരോ അസുഖക്കാർ പറഞ്ഞുണ്ടാക്കി ഇവിടെ അങ്ങ് താമസിക്കാൻ കൊള്ളത്തില്ലെന്ന്. ഞാൻ എന്തായാലും ഇവിടെ തന്നെ താമസം. എൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങ് ദൂരെയാ. അവരങ്ങ് വേറെ സംസ്ഥാനത്താ. അവിടെ ജോലിക്ക് പോയേക്കുവാ. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ മോളായിട്ട്. ഞാനിവിടെ തന്നെ അങ്ങ് താമസം. എൻ്റെ അച്ഛനും അമ്മയൊക്കെ വരുമ്പോഴത്തേക്ക് ഞാനിവിടെ അങ്ങ് താമസമാക്കും. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല. വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വാടകക്കാരൊഴിയാൻ പറഞ്ഞ് അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോവുകയും ചെയ്ത് പിന്നെ ഞാൻ ഇങ്ങോട്ടങ്ങ് മാറി. ഇവിടെ ഒരു ഒഴിഞ്ഞ വീട് കിടക്കുന്നുണ്ട്. ഇല്ല, പൊളിഞ്ഞൊന്നുമില്ല. അത് വാടക വീടല്ലായിരുന്നു. അവരെ ഞങ്ങൾ അവിടെ നിന്ന് ഒഴിപ്പിച്ചതാ. അച്ഛനും അമ്മ അങ്ങ് ജോലിക്ക് പോവുകയും ചെയ്ത് ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് പോരുകയും ചെയ്തു. എനിക്ക് ഈ ഡ്രസ്സൊക്കെ ഉള്ളന്നേ. എല്ലാം ഈ ടൈപ്പ് ഡ്രസ്സുകൾ അമ്മ തയ്ച്ചു തന്നത്. അമ്മ വീട്ടിൽ തുന്നലുകാരിയാ. അങ്ങനെ അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ. ഞാൻ ഇങ്ങനെ സാധാരണ ഡ്രസ്സൊന്നും വീട്ടിൽ ഇടാറില്ല. അമ്മ എനിക്ക് അതുകൊണ്ട് തുന്നിത്തരും. അങ്ങനെ ഇഷ്ടംപോലെ ഡ്രസ്സ് ഇരിപ്പുണ്ട് ഈ ടൈപ്പ്. മക്കളെ, യക്ഷിക്കാടെന്നൊക്കെ വെറുതെ പറയുന്നത്. ഞാൻ ഇപ്പൊ ഇവിടെ താമസമായിട്ട് ഇപ്പൊ 1 വർഷത്തോളമായി. ഞാൻ ഇവിടെ ഒരു യക്ഷിയും കണ്ടിട്ടില്ല, ഒന്നിനെയും കണ്ടിട്ടില്ല. നിങ്ങൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യും. നല്ല സ്ഥലമല്ലേ. ശരിയാണ്, നല്ല രസം ഇവിടുന്ന് കളിക്കാനും പറ്റത്തോ. നല്ല മുറ്റവും നല്ല മണലൊക്കെ അല്ലേ. നമുക്ക് ഇടയ്ക്കൊക്കെ കണ്ടു വരാം അല്ലേടി? ഉറപ്പായിട്ട് വരണം. ഇവിടെ നല്ല രസം ഇവിടെ. ചേച്ചി, ഞങ്ങളൊന്ന് വീട്ടിൽ പോട്ടെ. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. ഇപ്പോഴാണെങ്കിൽ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെടി പറിക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. ഞങ്ങൾ ഇവിടെ കാട്ടി പറിച്ചു വെച്ചേക്കുന്നു ചേട്ടി. ഞങ്ങൾ പോട്ടെ. കുട്ടുമോന് വിഷമായി പോയെന്ന് നമ്മള് പോകുന്നത്. ഇംഗ്ലീഷൊക്കെ അറിയാലോ. ശരി ശരി, എന്നാ നിങ്ങൾ പോയിട്ട് വാ. നല്ല ആൾക്കാരാ കേട്ടോ. ചെടി പറിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ടൊക്കെ പോയേക്കുവാ. ഞാൻ കണ്ട അവിടെ കൂട്ടിയിട്ടേക്കുന്നത്. അതാ ഞാൻ പെട്ടെന്ന് എടുത്തോണ്ട് വന്നത്. താങ്ക്സ് ഒന്നും വേണ്ട. എന്നാ കൊണ്ടുപോയി ദോശ ഉണ്ടാക്കി തിന്നു. നിങ്ങൾക്കൊരു അത്യാവശ്യമുള്ള സാധനമല്ലായിരുന്നോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്നത്. ആ, നടക്കട്ടെ നടക്കട്ടെ.
എന്തോന്നാ പിള്ളേരെ നിങ്ങൾ പോയിട്ട് ഇപ്പൊ 2 മണിക്കൂറായില്ലേ? എന്തോ ഇത് ഇത്ര താമസം? പിന്നെ ഞങ്ങൾ പിന്നെ അവനെ കൊണ്ടുപോയി കഴിച്ചു. അത് അത്രയും സമയം പോയത്. പിന്നെ ആ ചെടി കണ്ടുപിടിക്കാനും പറിക്കാനും ഒക്കെ കുറെ ടൈം എടുത്തു. എന്താ വേഗം കൊണ്ട് കൊടുക്കുക. അവര് ദോശ ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുവോ? ഞങ്ങൾക്കൊക്കെ വിശന്ന് തുടങ്ങി. പെട്ടെന്ന് ചെല്ല്. ആ നമ്മൾ ഇത്ര നേരം വാർത്തയെ കണ്ടില്ല. ഇനി കുട്ടുപോൻ കാർട്ടൂൺ വെച്ച് തരാം. ആഹാ എത്തിയോ? ഓ ഇപ്പഴെങ്കിലും എത്തിയല്ലോ എല്ലാരും. അയ്യോ ഒന്നും പറയണ്ട ആന്റി, കുട്ടുമ്പൻ അതിന്റെ ഇടയ്ക്ക് അപ്പിയിട്ട്. അതാ ഞങ്ങൾ പിന്നെ മണലിനകത്ത് അവൻ അപ്പിയിട്ടത്. പിന്നെ ഞങ്ങൾ അതിന് വെള്ളമൊക്കെ കണ്ടുപിടിച്ച് കഴുകാനും പിടിക്കാനൊക്കെ ഒത്തിരി താമസിച്ചു. അതാ ഇത്ര ലേറ്റ് ആയിപ്പോയത്. അയ്യോ കുട്ടുമ്പൻ അപ്പിയിട്ടോ? എന്നിട്ട് കഴുകിയോ? വെള്ളക്കെട്ട് കണ്ടുപിടിച്ചു. പിന്നെ അവിടെ കൊണ്ടേ കഴുകി. ഓ എന്തിനാ പിള്ളേർ നിങ്ങൾ വെള്ളക്കെട്ടിലോട്ടൊക്കെ പോയത്? അവിടെ ചെന്ന് മുങ്ങിയായിരുന്നെങ്കിലോ? ഇത് ചെറിയൊരു വെള്ളക്കെട്ട്. നമുക്ക് മുട്ട വരെയുള്ള വെള്ളമല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയത്. എന്നാ പെട്ടെന്ന് ഇതാ ദോശ ഉണ്ടാക്കട്ടെ. ഇതെങ്ങനെ ചേച്ചി തൊലി കളയണം? ഇതിന്റെ തൊലിയൊന്നും കളയണ്ട, അത് കഴുകി അങ്ങ് അരച്ചാൽ മാത്രം മതി. ആ നിങ്ങൾ പോയി കളിക്കുക. ഞങ്ങളാക്കി പാത്രം കഴിയിട്ട് എത്ര നേരം കൊണ്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നറിയോ? ചെന്ന് കളിക്ക്. കറി എന്താ ചേച്ചി വെക്കേണ്ടത്? കറി ഞങ്ങളിവിടെ രാജസ്ഥാനിലൊക്കെ വെക്കുന്ന പ്രത്യേക ടൈപ്പ് ഒരു സ്റ്റൂ ഉണ്ട് ഇതിലൂടെ. അതാ ടേസ്റ്റ്. ആ ഇതിന് കോമ്പിനേഷൻ ആയിട്ടുള്ള കറി വെച്ചാൽ മതി. ഓ അവൻ കാർട്ടൂൺ കണ്ടോണ്ടിരിക്കും. നിങ്ങളൊന്ന് മാറിക്ക് ടിവിയുടെ ഫ്രണ്ടിൽ നിന്ന്. എനിക്ക് ചില കാര്യങ്ങളില് ഡൗട്ടോ. എന്താ ഡൗട്ട്? നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ചേച്ചിയെങ്കിലേ സാധനം കണ്ടില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആ ചേച്ചി നമ്മുടെ ഫ്രണ്ടിലല്ലേ വന്നത്? അതെങ്ങനെ വന്നാ ചേച്ചി നമ്മുടെ ഫ്രണ്ടില്? അത് ശരിയാടി. ആ ചേച്ചി അങ്ങനെ ഓടിയോ? നമ്മുടെ ബൈക്കിൽ കൂടെ ഓടിയാൽ നമ്മുടെ ബൈക്കിലല്ലേ വരത്തുള്ളൂ. ആ ചേച്ചി നമ്മുടെ ഫ്രണ്ടിൽ അങ്ങനെ എത്തി? അതൊക്കെ നിങ്ങളുടെ തോന്നുന്നില്ല. ആ ചേച്ചി വേറെ ഏതെങ്കിലും വഴിക്ക് ഓടി വന്നായിരിക്കും. ആരെങ്കിലും വെള്ള ഡ്രസ്സ് ഇട്ടോണ്ടിരിക്കും വീട്ടില്. അതോ കല്യാണപ്പെണ്ണിന്റെ ഡ്രസ്സ്? എന്തൊക്കെ എനിക്ക് പന്തിയോട് തോന്നി കണ്ടപ്പോ. അതിനിപ്പോ എന്തുവാടി ഇവിടെ അങ്ങനെയൊക്കെ രാജസ്ഥാന് നിങ്ങളുടെ കേരളം പോലല്ല. ഇവിടെ എല്ലാവരും ഒരുക്കി കെട്ടിയൊക്കെ ഇരിക്കത്തുള്ളൂ. നിങ്ങൾക്ക് രണ്ടോക്ക് ഞാൻ പറഞ്ഞതിൽ വിശ്വാസമില്ല. പക്ഷെ എനിക്ക് എന്തോ ഡൗട്ട് തോന്നുന്നു. ആ പുള്ളിക്കാരത്തെ എത്ര ആളോ അത്ര ശരിയാന്ന് തോന്നില്ല. കാര്യം ആ യക്ഷിയാണോ അതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എനിക്കറിയത്തില്ല. ഞാൻ പണ്ട് വന്നിട്ടുണ്ട് കുഞ്ഞായിരുന്നപ്പോഴ്. അല്ലാതെ എനിക്കറിയത്തൊന്നുമില്ല. പക്ഷേ ഇതിനിപ്പോ എന്തൊക്കെ ദുരൂഹത എനിക്ക് തോന്നുന്നുണ്ട്. നീ ഇപ്പൊ വരുന്നുണ്ടോ ഞങ്ങളോട് യക്ഷിക്കാട്ടില് കളിക്കാൻ പോന്? നിനക്ക് അറിഞ്ഞല്ലോടി ആദ്യം പേടി അവിടെ പോകാൻ. ഞങ്ങൾ അതിന്റെ പോണം പോണാറ് നീ എന്റെ പോകണ്ടാവും. ഇപ്പൊ അതുകൊണ്ട് നിനക്ക് തന്നെയാണ് പോണം പോണം പറഞ്ഞിരിക്കുന്നേ. അവർക്ക് മാത്രമല്ല എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട്. നീ വരുന്നുണ്ടോ? നീ വരുന്നില്ല എന്താടാ? അവരുടെ ഡൗട്ട് ആയിരിക്കും വരണോ വേണ്ടായോന്ന്. എന്നാ വാ എല്ലാവർക്കും കൂടെ പോവാം. അവനൊക്കെ കാർട്ടൂൺ കാണാൻ പറഞ്ഞ അവൻ ഓടിക്കളഞ്ഞു. അവന് മര്യാദയ്ക്ക് നമ്മളോടൊന്ന് കളിച്ചാൽ പറയുന്നത്. എപ്പോഴും കാർട്ടൂൺ കണ്ടോണ്ടിരിക്കാതെ. ആ എന്തായാലും നമുക്ക് ഇനി കളിക്കാം. അവനെ നാളെ കൊണ്ടുവരാം. നിങ്ങൾ വരുമെന്ന് എനിക്കറിയാം. ഞാനെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് പോയത് നിങ്ങൾക്ക് വേണ്ടിട്ട്. ഇതിനൊക്കെ വെച്ച് കളഞ്ഞ് തരണ്ടേ? ആ അതൊക്കെ നിങ്ങൾ തോന്നലായിരിക്കും. ഞാൻ എന്നാ പോയി ഫുഡ് ഉണ്ടാക്കട്ടെ. നിങ്ങൾ മുറ്റത്തിരുന്ന് കളിച്ചോ കേട്ടോ. നമുക്കാണെങ്കിൽ ഈ കളി കളിച്ചാൽ പറയണേ. ആ കുത്തിക്ക് താൻ വരുമ്പോ കല്ലൊക്കെ വരി കുത്തി ചീപ്പോണം ധാരാളം. ആ അതാണ് കളിക്കാം. അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കളി കളിക്കാം. വിളിച്ചൊന്ന് സൗണ്ട് കേട്ടെ. ആ ചേച്ചി വന്നു. ചേച്ചി 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 കാണുന്നില്ല. നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ അകത്തോട്ട് കയറി. ചേച്ചി കാണുന്നു. ഇനിയിപ്പോ വിളിച്ചു കേൾക്കുന്നതാണ് സൗണ്ട് കേട്ടല്ലോ. ഇനി അമ്മയൊക്കെ ദോശ ഉണ്ടാക്കി വെച്ചേപ്പായിരിക്കും. നമ്മളൊന്ന് കഴിക്കാനല്ലേ ഇങ്ങോട്ട് പോകുന്നത്. നമുക്കൊന്ന് പോയി ദോശ കഴിച്ചിട്ട് വരാം. എനിക്ക് ആ പടം പേടിയാവുന്നു. ആ ചേച്ചി കാണുന്നില്ല. വിളിച്ചു കേട്ട് വാ പോകാം. ഇപ്പൊ പേടിയാവുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് എന്തായിരുന്നു രണ്ടുപേർക്കും?
നീയൊക്കെ എവിടെ പോവാ? അയ്യോ, യക്ഷി. അയ്യോ, ആ ചേച്ചി ദാ യക്ഷിയായി. ഞാൻ ആരാന്ന വിചാരിച്ചത്? ഞാൻ ആ യക്ഷി, ഈ യക്ഷിക്കാട്ടിലെ യക്ഷി, മരുഭൂമിയിലെ യക്ഷിക്കാട്ടിലെ യക്ഷി. നിന്നെയൊക്കെ ഇനി ആര് വന്ന് രക്ഷിക്കാനാ? ആരാ ആരാ ഇവിടെ? നിങ്ങളോ? നിങ്ങളെത്തിന് ഇവിടെ എത്തി? നിന്നെ തളയ്ക്കാനായി ഞാൻ കുറെ നാളുകൊണ്ട് ശ്രമിക്കുന്നു, പക്ഷെ നിന്നെ പൂർണ്ണരൂപത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മക്കളെ, ഞാനാ ബാബാജിയെ വിളിച്ചോണ്ട് വന്നത്. നിങ്ങളൊന്ന് കുറെ നേരം കൊണ്ട് കാണാനില്ലായിരുന്നല്ലോ. അപ്പൊ കുട്ടുമന പറഞ്ഞു നിങ്ങൾ ഈ യക്ഷിക്കാട്ടി കളിക്കാൻ വന്നെന്ന്. പിന്നെ ആണെങ്കിൽ ശാന്ത ചേച്ചിയുടെ ചേച്ചിയാ പറഞ്ഞത് ഈ ബാബാജിയെ വിളിച്ചോണ്ട് വരാൻ വേണ്ടിട്ട്. അങ്ങനെ ശാന്ത ചേച്ചിയുടെ ചേച്ചിയാ ബാബാജി വിളിച്ചു തന്നത്. അങ്ങനെ ഞങ്ങൾ allora ഒന്നിച്ചു വിളിയത്. നിങ്ങൾ പോകുന്നുണ്ടോ? നിന്നെ തളയ്ക്കാതെ ഞാൻ പോവില്ല. അതല്ല, നിനക്ക് ഇവിടെ സ്വൈര്യമായിട്ട് വിഹരിക്കണമെങ്കിൽ ആ പിള്ളേരെ വിട്ടതാ. വെറുതെ വിടാ പിള്ളേരെ. അയ്യോ, അമ്മണി എന്നെ കിടക്കുന്നത്. അമ്മണി ബോധം കെട്ട് കിടക്കുമെന്നോ? അമ്മണി ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോവാം. അനിയ, നിങ്ങൾ ആ കുട്ടികളെ കൂട്ടി പൊക്കോ. ഞാൻ ഇവരുടെ കാര്യം നോക്കിക്കോളാം. നിങ്ങൾ എവിടെ പോന്ന്? ആ കുട്ടികളോട് ഇട്. വേണ്ട, ഈ ബാബാജിയാ നിങ്ങളോട് പറയുന്നത്. ഈ ബാബാജി പറഞ്ഞ കേക്ക്. നിങ്ങൾ അവിടെ രക്ഷപ്പെടാൻ നോക്ക്. ഞാൻ യക്ഷിയുടെ കാര്യത്തിൽ തീരുമാനം ആക്കിക്കോളാം. ശരി ബാബാജി, ഞങ്ങൾ പെട്ടെന്ന് പോട്ടെ. എങ്ങനെ മിന്നുകളെ പെട്ടെന്ന് വാ, ഓടി വാ, നമുക്ക് പെട്ടെന്ന് പോവാം. ബാബാജി, നിങ്ങൾ അവരെ എനിക്ക് നഷ്ടപ്പെടുത്തിയത്. നിങ്ങളൊരു പൊടിക്ക് അടങ്ങി യക്ഷി. അവരെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിനക്കറിയാലോ ഈ ബാബാജി ആരാന്ന്. നീ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിയുന്നേ കഴിഞ്ഞോ? അല്ലെങ്കിൽ ഞാൻ നിന്നെ ചില്ലുകൂട്ടിനകത്താക്കും. എന്ത് വേണം നീ തന്നെ തീരുമാനിക്ക്. വേണ്ട, ഞാനൊരു ദ്രോഹത്തിന് പോകുന്നില്ല അവരെ. നിങ്ങളെ എനിക്കറിയാം, അതുകൊണ്ട്. അങ്ങനെ വഴിക്ക് വാ നീ. അമ്മണി പോക്ക് എപ്പോഴെങ്കിലും ബോധം വീണല്ലോ. മക്കളെന്നാ പെട്ടെന്ന് വീട്ടിലോട്ട് പോ. അയ്യോ, നിങ്ങൾ എത്തിയോ? ഞങ്ങൾക്ക് ഇവിടെ സമാധാനം ഇല്ലായിരുന്നു. ആ യക്ഷിക്കാട്ടി എന്നാലും നിങ്ങളല്ലേ പിള്ളേരെ പറയാതെ പോയത്? എന്തോ അഹങ്കാരം കാണിച്ചത്. മിന്നുമ്പോൾ നിനക്കെങ്ങനെ അറിയാത്തല്ലേ? നീ എന്തിനാ പോയത്? ബാബാജിയെ കൊണ്ടുപോയിട്ട് രക്ഷപ്പെട്ടത്. ബാബാജി കണ്ട ആ യക്ഷിയായിട്ട് ഫൈറ്റ് ചെയ്യുക. ഞങ്ങൾ ആ സമയം കൊണ്ട് ഇങ്ങനെ ഓടി രക്ഷപ്പെട്ടു. ബാബാജി കുറച്ച് പൊയ്ക്കോളാൻ പറഞ്ഞു. കുട്ടുപോലുള്ളോട്ട് രക്ഷപ്പെട്ടു. അവൻ അതുകൊണ്ട് പറഞ്ഞു തന്നത് നിങ്ങൾ യക്ഷിക്കാട്ടി പോയത്. അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. ഇനി ആരും പോയേക്കരുത് ഇനി യക്ഷിക്കാട്ടി കേട്ടോ.